ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുക എന്നതത്രേ ക്രിസ്തീയ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമെന്നത്. അതിന് ദൈവേഷ്ടം എന്തെന്ന് ഒന്നാമത് അറിഞ്ഞിരിക്കണം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവേഷ്ടങ്ങളിലെ ഒരു കാര്യമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം 18 വാക്യം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. നാമെല്ലാവരും സ്തോത്രം ചെയ്യുന്നവരാണ്. എന്നാൽ സ്തോത്രം എപ്പോൾ ചെയ്യണമെന്നും ഏതൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ചുരുക്കത്തിൽ എല്ലാറ്റിനും നാം സ്തോത്രം ചെയ്യാറില്ല എന്നതാണ് വാസ്തവം. സ്തോത്രം ചെയ്യുന്നത് ഒരു വികാരത്തെക്കാൾ കൂടുതലാണ്. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ജീവിതം നന്നായി പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് സ്വാഭാവികമായി വരുന്നു. എന്നാൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, എതിർപ്പുകൾ, അനിശ്ചിതത്വങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം ഇപ്പോഴും വിശ്വസ്തനാണെന്നും ഇപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്നും നാം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സ്തോത്രം ചെയ്യുന്നതിലൂടെ നടത്തുന്നത്. ഈ അവസരങ്ങളിൽ നാം സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ മാറുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും വാഗ്ദാനങ്ങളും സത്യമായി നിലനിൽക്കുന്നുവെന്ന് നന്ദിയുള്ള ഒരു ഹൃദയം തിരിച്ചറിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് ഇങ്ങനെ സ്തോത്രം ചെയ്തു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരാഗൃഹത്തിലകപ്പെട്ട പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുകയുണ്ടായി. ആയതുപോലെ സന്തോഷവേളകളിൽ മാത്രമല്ല, സന്താപവേളകളിലും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിയുന്ന ഒരു നന്ദിയുള്ള ഹൃദയം നാം ഒരുക്കിയെടുക്കണം. എല്ലാറ്റിനും നാം സ്തോത്രം ചെയ്യുമ്പോൾ നാം പരാജയപ്പെട്ടിട്ടില്ല. ഒരു സാഹചര്യത്തിനും എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. സകലത്തിന്മേലും പരമാധികാരമുള്ള ദൈവം ഇപ്പോഴും എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവെന്ന് നാം പറയാതെ പറയുകയാണ്. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം എപ്പോഴും നന്ദിയാൽ നിറഞ്ഞിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എൻ്റെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനുള്ള നല്ല ഒരു ഹൃദയം എന്നിൽ വാർത്തെടുക്കണമേ. ആമേൻ. Have a blessed day.